നമസ്കാരം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെയും അതിനോടൊപ്പം തന്നെ മുതിർന്ന IPS ഉദ്യോഗസ്ഥനെയും ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ ഗുണ്ട നേതാവ് കോടതി വളപ്പിൽ വെച്ച് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്ത്. ഗുണ്ട നേതാവ് ജയേഷ് പുജാരിയാണ് പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചത്. തുടർന്ന് ഇയാളെ അഭിഭാഷകർ ഉൾപ്പെടെ മർദ്ദിക്കുകയായിരുന്നു. ബുധനാഴ്ച കർണാടകയിലെ ബലഗാവിയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ നാഗ്പൂരിലെ ഓഫീസിൽ ബോംബ് സ്ഫോടനം നടത്തുമെന്നുള്ള ഭീഷണിയായിരുന്നു ഇയാൾ മുന്നോട്ട് വെച്ചത്. ഇതിന് തൊട്ടു പിന്നാലെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കേസിൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഇയാൾ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചിരുന്നു. ഈ സമയം കോടതിയിൽ ഉണ്ടായിരുന്ന ആളുകളും മറ്റ് അഭിഭാഷകരും ചേർന്ന് ഇയാളെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസ് സംഘം വളരെയധികം പണിപ്പെട്ടാണ് ഇയാളെ പുറത്തെത്തിച്ചത്. കർണാടക IPS ഓഫീസ് അലോക് കുമാറിനെയും വധിക്കുമെന്നുള്ള ഭീഷണി ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കോടതിയിൽ വാദം ഉന്നയിക്കാൻ അനുവദിക്കാത്തതിന്റെ ദേഷ്യത്തിലാണ് ജയേഷ് പുജാരി പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചത് എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. നിലവിൽ ഹിൽഡാര സെൻട്രൽ ജയിലിൽ കഴിയുന്ന ജയേഷ് പുജാരി കർണാടകയിലെ ദക്ഷിണ കന്നഡ സ്വദേശിയാണ്. ഇയാൾ കോടതിയിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതിന് ഇയാൾക്കെതിരെ പ്രത്യേകമായി മറ്റൊരു കേസ് കൂടി എടുത്തിട്ടുണ്ട്. പലപ്പോഴും അഭിഭാഷകർ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടാറില്ല. പക്ഷേ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം കേട്ട ഉടൻ തന്നെ കോടതി വളപ്പിൽ ഉണ്ടായിരുന്ന അഭിഭാഷകർ കൂടി ചേർന്നുകൊണ്ടാണ് ഈ പ്രതിയെ കൈകാര്യം ചെയ്തത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.